ഉദ്ദേശിക്കുന്നത് ക്യാഷ് ബഡ്ജറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്യാഷ് ബഡ്ജറ്റ്. ആ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ലെറ്റ് us start. ക്യാഷ് ബഡ്ജറ്റ്. എന്താണ് ക്യാഷ് ബഡ്ജറ്റ്? ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് സിസ്റ്റമാണ്. ഒരു ബിസിനസ്സിലെ ക്യാഷിന്റെ റെസീപ്റ്റുകളും പേയ്മെന്റുകളും കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കുന്ന ബഡ്ജറ്റാണ് ക്യാഷ് ബഡ്ജറ്റ്. എത്രയോ സിമ്പിൾ. നിങ്ങൾ നേരത്തെ പഠിച്ച ക്യാഷ് ബുക്ക് അഥവാ ക്യാഷ് അക്കൗണ്ട് മനസ്സിലുണ്ടായാൽ മതി. ക്യാഷ് ബഡ്ജറ്റ് ഒരു നിശ്ചിത ബഡ്ജറ്റിംഗ് പീരീഡില് 2 മാസം അല്ലെ 3 മാസത്തെ ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമാണ് ഈ ക്യാഷ് ബഡ്ജറ്റ്. ശ്രദ്ധിക്കുക, ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷിന്റെ ഇൻഫ്ലോ അഥവാ റെസീപ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ക്യാഷ് സെയിൽസ്, പിന്നീട് ക്യാഷ് സെയിൽസ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് നടക്കും. ആ ക്രെഡിറ്റ് സെയിൽസിന്റെ ഭാഗമായിട്ടുള്ള ഡെപ്റ്റേഴ്സിൽ നിന്നുള്ള കളക്ഷൻ, ഇത് രണ്ടുമാണ് റെസീപ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ക്യാഷ് വരവ്. കൂടാതെ മിസലേനിയസ് റെസീപ്റ്റുകൾ ഉണ്ടെങ്കിൽ. അപ്പോ ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ 2 സെക്ഷൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ശ്രദ്ധിക്കുക, ക്യാഷ് ബഡ്ജറ്റിനെ 2 സെക്ഷൻ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് ഞാനിവിടെ പറയാൻ. ഞാൻ പറയുകയാണ്, സാധാരണയായിട്ട് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പോലെ 15 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ക്യാഷ് ബഡ്ജറ്റ്. അതുകൊണ്ട് തന്നെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. റെസീപ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനും പേയ്മെന്റ് അഥവാ ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ സെക്ഷനും, അങ്ങനെ 2 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് റെഡി. അതില് ഒന്നാമത്തെ സെക്ഷനില് നമ്മളുടെ കയ്യിൽ ബഡ്ജറ്റ് പീരീഡ് 1-ാമത്തെ മാസം ഓപ്പണിംഗിൽ നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് എത്രയോ അത് ആദ്യം വരും, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. പിന്നീട് വരുന്നത് റെസീപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു, റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ക്യാഷ് റെസീപ്റ്റ് സെയിൽസിലൂടെ കിട്ടുന്നതാണ്. ക്യാഷ് സെയിൽസ്. രണ്ടാമത് വരുന്നത് ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ അങ്ങനെ നടത്തിയ ക്രെഡിറ്റ് സെയിൽസിന്റെ ഭാഗമായിട്ടുള്ള ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്. മൂന്നാമതായിട്ട് മിസലേനിയസ് റെസീപ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെസീപ്റ്റ് സൈഡിൽ കാണേണ്ടത്. രണ്ടാമത്തെ സെക്ഷൻ പേയ്മെന്റ് ആണ്. പേയ്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ക്യാഷ് പർച്ചേസ് ആണ്. സാധനങ്ങൾ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ്. 2 നേരത്തെ ഉണ്ടായിരുന്ന ക്രെഡിറ്റ് പർച്ചേസ്. ആ ക്രെഡിറ്റ് പർച്ചേസിന്റെ ഭാഗമായിട്ടുണ്ടായ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പണം കൊടുക്കുന്നതാണ്, പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. 3 ബിസിനസ്സിൽ വരുന്ന എക്സ്പെൻസുകളാണ്. വേജസ് വരാം, സാലറി വരാം, അഡ്വർടൈസ്മെന്റ് വരാം, അങ്ങനെ റെന്റ് വരാം. അങ്ങനെ ബിസിനസ്സിൽ അതത് മാസം അതത് ബഡ്ജറ്റ് പീരീഡിൽ വരുന്ന എക്സ്പെൻസ് ഏതൊക്കെ ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ്, അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടാവാം. ഇതൊക്കെയാണ്. പിന്നീട് വരുന്നത് ആ ബഡ്ജറ്റ് പീരീഡിലേക്ക് വല്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ്. ഏതാണ്? ഒരു ഫർണിച്ചർ വാങ്ങാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു പ്ലാൻ വാങ്ങാൻ തീരുമാനിച്ചു, അങ്ങനെ ഇതൊക്കെയാണ് പേയ്മെന്റ്. ഓക്കെ, ആ റെസീപ്റ്റ് സൈഡിന്റെ ടോട്ടൽ, സെക്കൻഡ് പേയ്മെന്റ് സൈഡിന്റെ ടോട്ടൽ. അപ്പൊ റെസീപ്റ്റ് സൈഡിന്റെ ടോട്ടലിൽ നിന്ന് പേയ്മെന്റ് സൈഡിന്റെ ടോട്ടൽ മൈനസ് ചെയ്താൽ കിട്ടുന്നത് ആ മാസത്തെ ആ ബഡ്ജറ്റ് പീരീഡ്
വരച്ച് ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക. പ്രിപ്പയർ ക്യാഷ് ബഡ്ജറ്റ് ഫോർ ദ പീരീഡ് ഓഫ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസത്തേക്കുള്ള ഒരു ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമായ ഇൻഫർമേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. മന്ത്സ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 1, 2, 3, 4, 5, 6 മാസത്തെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കേണ്ടത് സെപ്റ്റംബർ മുതൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതിനു വേണ്ടിയിട്ട് അതിന്റെ മുന്നത്തെ 2 മാസത്തത് കൂടി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നത്? ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, വേജസ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ഓവർ ഹെഡുകൾ തന്നിട്ടുണ്ട്. ജൂലൈ മാസത്തെ ക്രെഡിറ്റ് പർച്ചേസ് 85,000 ആണ്, ക്രെഡിറ്റ് സെയിൽസ് 1,60,000 ആണ്, വേജസ് 32,000 ആണ്, സെല്ലിംഗ് എക്സ്പെൻസ് 80,000 ആണ്, ഓവർ ഹെഡ് 10,000. ഓഗസ്റ്റ് മാസത്തിൽ വന്നിട്ട് ക്രെഡിറ്റ് പർച്ചേസ് 92,000, ക്രെഡിറ്റ് സെയിൽസ് 1,85,000, വേജസ് 37,000, selling expense 9,500, overhead 11,500. സെപ്റ്റംബർ വന്നിട്ട് ക്രെഡിറ്റ് പർച്ചേസ് 1 lakh, ക്രെഡിറ്റ് സെയിൽസ് 2,10,000, വേജസ് 42,000, സെല്ലിംഗ് എക്സ്പെൻസ് 10,500, ഓവർഹെഡ്സ് 30,000. ഒക്ടോബർ വന്നിട്ട് ക്രെഡിറ്റ് പർച്ചേസ് 1,20,000, credit sales 2,45,000, wages 49,000, selling expense 12,500, overhead 14,500. November വന്നിട്ട് credit purchase 90,000, credit sales 1,17,000, wages 35,000, selling expense 8,900, overhead 10,500. ഡിസംബർ വന്നിട്ട് ക്രെഡിറ്റ് പർച്ചേസ് 98,000, ക്രെഡിറ്റ് സെയിൽസ് 1,82,000, വേജസ് 36,000, സെല്ലിംഗ് എക്സ്പെൻസ് 9,000, ഓവർഹെഡ് 11,000. ഇത്രയും ഫിഗേഴ്സ് ആണ് ഇവിടെ തന്നത്. ശേഷം അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 5 പോയിന്റ് നമുക്ക് 5 പോയിന്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, cash balance on 1st September rupees 10,500. നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ആ സെപ്റ്റംബർ മാസത്തിലെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, പ്രതീക്ഷിക്കുന്ന ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 10,500, 10,500. അത്രയുള്ള സെപ്റ്റംബർ ആരംഭിക്കുമ്പോൾ നമ്മളുടെ കയ്യിലുണ്ട്. പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ് 2 months. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ തരുന്ന 2 സൂചനകളാണ്. ഒന്ന്, പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന, ക്രെഡിറ്റ് അനുവദിച്ചു കൊടുക്കുന്ന പീരീഡ് 2 months എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ് 2 months എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ആരാ? നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് പണം തരാനുള്ളവരാണ് ഡെപ്റ്റേഴ്സ്. ആ ഡെപ്റ്റേഴ്സ് പിന്നീട് നമുക്ക് പണം തരും. അപ്പോ അവർക്ക് നമ്മൾ അനുവദിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് എത്രയാണ്? 2 months, 2 മാസം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജൂലൈ മാസത്തിൽ നമ്മളുടെ ക്രെഡിറ്റ് സെയിൽസ് 1,60,000 അനുഭവിക്കുക. ഈ 1,60,000 ക്രെഡിറ്റ് സെയിൽസ് നടന്നപ്പോൾ അവരോട് പറഞ്ഞു 2 മാസത്തെ അവധി തരുന്നു. അപ്പൊ ഈ വ്യക്തികൾ നമുക്ക് പണം തരേണ്ടത് ഇതിൽ നിന്ന് 2-ാം മാസമാണ്. എന്ന് പറഞ്ഞാൽ ഈ മാസവും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ജൂലൈ കഴിഞ്ഞ് ജൂലൈയും ആഗസ്റ്റും നമുക്ക് അനുവദിച്ചു, അവർക്ക് അനുവദിച്ചു കൊടുത്തു. സെപ്റ്റംബറിൽ നമുക്ക് പണം തരണം.
ഓക്കെ, അപ്പോ 2 months ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ് 2 months എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, ജൂലൈയിൽ തരാനുള്ള ആള് ജൂലൈയും ആഗസ്റ്റും കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ നമുക്ക് കിട്ടുന്ന ഡെപ്റ്റ് കളക്ഷൻ തൊട്ട് മുന്നത്തെ 2 മാസം മുന്നോട്ട് പോവുക. സെപ്റ്റംബറിൽ നിന്ന് 2 മാസം മുന്നോട്ട് പോവുക. 1, 2 ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് നടന്നതിന്റെ പണമാണ് സെപ്റ്റംബറിൽ കിട്ടുന്നത്. എന്താണ് സെപ്റ്റംബറിൽ നമ്മുടെ കയ്യിലെത്തുന്ന കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ഏതാണ്? 2 മാസം ഇരുന്ന് മേലോട്ട് 2, 1, 2 ഈ മാസം നടന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒക്ടോബറിൽ കിട്ടിയതാണ് 1, 2 ഓഗസ്റ്റിൽ നടന്ന ക്രിസ്ത്യൻസിന്റെ 1,85,500 നമ്മുടെ കയ്യിലെത്തുന്ന ഒക്ടോബറിൽ. അപ്പൊ നവംബറിൽ കിട്ടിയതാണ് 1, 2 സെപ്റ്റംബറിലെ 2,10,000 നവംബറിൽ. അപ്പൊ ഡിസംബറിൽ ഏതാ കിട്ടുക? നവംബർ, ഒക്ടോബർ 2,40,500 ഡിസംബറിൽ. ഇതാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ പോയിന്റ് പറയാനുള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്താ? പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് 1 month. പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് 1 month എന്ന് പറഞ്ഞാല് ക്രെഡിറ്റേഴ്സ് നമുക്ക് അനുവദിക്കുന്നത് 1 മാസം. അപ്പോ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോ ക്രെഡിറ്റ് പർച്ചേസിന്റെ ഭാഗം. അപ്പൊ ഇവിടെ 1 മാസമാണ് നമ്മൾക്ക് ക്രെഡിറ്റേഴ്സ് കടം അനുവദിക്കുന്നത്. 1 മാസം കഴിഞ്ഞാൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ ജൂലൈ വാങ്ങിയ ഈ 75,000 ഓഗസ്റ്റിൽ കൊടുക്കണം. ഓഗസ്റ്റിൽ വാങ്ങിയ 90,000 സെപ്റ്റംബറിൽ കൊടുക്കണം. സെപ്റ്റംബറിൽ വാങ്ങിയ 1,00,000 ഒക്ടോബറിൽ കൊടുക്കണം. ഒക്ടോബർ 1/20 നവംബറിലും, നവംബറിൽ 90,000 ഡിസംബറിലും കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോ മാസവും നമ്മൾ കൊടുക്കുന്നത് തൊട്ട് മുന്നത്തെ മാസത്തെ ക്രെഡിറ്റ് പർച്ചേസ്, അതും നോട്ട് ചെയ്യും. പിന്നെ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ പോയിന്റ് ലാഗ് ഇൻ പേയ്മെന്റ് ഓഫ് എക്സ്പെൻസ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സ്പെൻസുകളും വേജസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഓവർഹെഡ് മൂന്നും ഉദ്ദേശിച്ചിരിക്കുന്നത് 3 എക്സ്പെൻസുകളും 1 month ലാഗ്. 1 month ലാഗ് എന്ന് പറഞ്ഞാൽ ഈ മാസത്തെ എക്സ്പെൻസ് അടുത്ത മാസമാണ് കൊടുക്കുക. സാധാരണയായിട്ട് ഓരോ മാസവും കഴിഞ്ഞാൽ അടുത്ത മാസം, ഒരു മാസത്തെ സാലറി അടുത്ത മാസം 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ആണ് കൊടുക്കുക. അതാണ് ഈ 1 month ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജൂലൈയിലെ വേജസ് കൊടുക്കുന്നത് ഓഗസ്റ്റിലാണ്. അപ്പൊ ഓഗസ്റ്റിൽ കൊടുക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന വേജസ് തുക ഏതാണ്? 32,000. അപ്പൊ അടുത്ത സെപ്റ്റംബറിൽ പോകുന്ന വേജസിന്റെ തുക ഏതാണ്? 37,000. ഈ രീതിയിൽ 1 month ലാഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാം. 2 month ലാഗ് എന്ന് പറഞ്ഞാലോ 2 മാസം കഴിഞ്ഞിട്ടാവും. ഹാഫ് മന്ത് ലാഗ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഗതി ഹാഫ് മന്ത് ലാഗ്. അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഈ മാസത്തെ പകുതിയും കഴിഞ്ഞ മാസത്തെ പകുതിയുമാണ് ഈ മാസം. ഹാഫ് മന്ത് ലാഗ് എന്ന് പറയുമ്പോൾ ആ മാസത്തിന്റെ പകുതിയും കഴിഞ്ഞ മാസത്തെ പകുതിയുമാണ് ആ മാസം കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഓഗസ്റ്റിലെ 37,000 പകുതിയും ജൂലൈയിലെ 32,000 പകുതിയും എത്രയാണോ അത് രണ്ടും കൂടി ചേർന്ന തുകയാണ് ഓഗസ്റ്റിൽ കൊടുക്കുന്ന ഹാഫ് മന്ത് ലാഗ്. ഇനി അടുത്ത പോയിന്റ് എക്സ്പെക്ടഡ് ക്യാഷ് സെയിൽസ്. എല്ലാ മാസവും 15,000 രൂപ ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസിന് പുറമെ ക്യാഷ് സെയിൽസ് ഉണ്ട്. പിന്നെ മെഷീനറി പർച്ചേസ് ഇൻ ഒക്ടോബർ 50,000. ഈ ഒക്ടോബർ മാസത്തിൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട് 50,000. ഒക്ടോബറിൽ 50,000. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇനി ഈ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കും. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. 4 മാസത്തേക്കുള്ള ബഡ്ജറ്റാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് ബഡ്ജറ്റ് വരയ്ക്കുകയാണ്. പെർട്ടിക്കുലർ കോളം എത്ര മാസമാണോ അത് അത്രയും മാസം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അത്രയും കോളം. ഞാൻ പറഞ്ഞു 2 സെക്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. റെസീപ്റ്റിന്റെ ഒരു സെക്ഷൻ, പേയ്മെന്റിന്റെ ഒരു സെക്ഷൻ. അപ്പൊ ആദ്യം നമ്മൾ റെസീപ്റ്റിന്റെ സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. വേണമെങ്കിൽ റെസീപ്റ്റ് എന്ന് എഴുതാം, നിർബന്ധമില്ല.
ക്യാഷ് ബാലൻസ് ആണ്. സെപ്റ്റംബർ മാസത്തിലെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയായിരുന്നു? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 10,500 അല്ല, എത്രയായിരുന്നു പറഞ്ഞത്? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എക്സ്പെക്ടഡ് 10,500. ആ 10,500 രൂപ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ, അപ്പൊ നമ്മൾ കോളംസ് വരച്ചു കഴിഞ്ഞു. ഫസ്റ്റ് സെക്ഷൻ റിസീപ്റ്റില് ആദ്യം എഴുതുന്നത് എന്താണ്? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബറിൽ 10,500. പിന്നെ അവിടെ വരുന്നത് ക്യാഷ് സെയിൽസ് ആണ് വരേണ്ടത്. ഇവിടെ ക്യാഷ് സെയിൽസ് പറയുന്നുണ്ടോ? ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ. ക്യാഷ് സെയിൽസ് 15,000 രൂപയാണ് എല്ലാ മാസവും പ്രതീക്ഷിക്കുന്ന ക്യാഷ് സെയിൽസ് ഫോർ ഈച്ച് മന്ത് 15,000. 15,000 രൂപ. റെഡി? അതെ, 15,000. അപ്പൊ ആ 15,000 രൂപ നമ്മൾ എവിടെ എഴുതുന്നു? സെപ്റ്റംബറിൽ എഴുതും. അപ്പൊ നിങ്ങൾക്ക് ഓരോ മാസത്തതായിട്ട് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയം ലാഭിക്കാൻ നല്ലത് ക്യാഷ് സെയിൽസ് ഒക്ടോബറിലെ, നവംബറിലെ, ഡിസംബറിലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം. അപ്പൊ എല്ലാ മാസവും 15,000 ആണ് എഴുതിയിരിക്കാം. 15,000. എന്താ ചെയ്യുന്നത്? ക്യാഷ് സെയിൽസ് എഴുതുക. ഇനി നമ്മൾ നോക്കേണ്ടത് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ആണ്. ഇവിടെ നമ്മൾക്ക് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇൻഫർമേഷൻ അകത്ത് എന്താ തന്നത്? ക്രെഡിറ്റ് അലൗഡ് ടു ദ ഡെപ്റ്റേഴ്സ് 2 months ആണ്. നമ്മൾ ക്രെഡിറ്റ് അനുവദിക്കുന്നത് 2 മാസം. അപ്പൊ നമ്മൾക്ക് 2 മാസം മുൻപ് വിറ്റതിന്റെ പണമാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. അപ്പൊ സെപ്റ്റംബറിൽ നമുക്ക് കിട്ടുന്ന കളക്ഷൻ ഏതായിരിക്കും എന്ന് നോക്കാം. ആദ്യം എഴുതി വെക്കും. കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്. ശ്രദ്ധിക്കുക, ഡെപ്റ്റേഴ്സിൽ നിന്ന് കളക്ഷൻ നമുക്ക് കിട്ടുകയാണ്. ഡെപ്റ്റേഴ്സ് എന്ന് കാണുമ്പോൾ ക്രെഡിറ്റ് സെയിൽസിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ട് നമ്മൾ അനുവദിച്ചിരിക്കുന്ന സമയം 2 മാസമാണ് ഡെപ്റ്റേഴ്സിനോട് കിട്ടാൻ. അപ്പോ ഈ മാസം സെപ്റ്റംബറിൽ നമുക്ക് കിട്ടുക ഏത് ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും? അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോവാ. നിങ്ങൾ എഴുതി വെച്ച ക്വസ്റ്റ്യനിലേക്ക് പോവാ. സെപ്റ്റംബറിൽ നിന്ന് മുകളിലേക്കുള്ള 2 മാസം നോക്കുക. ഏതൊക്കെയാ വരിക? സെപ്റ്റംബറിന്റെ മുകളിൽ ഓഗസ്റ്റ്, ജൂലൈ. അപ്പൊ ജൂലൈ മാസം നടന്ന 1,60,60,000 എന്ന ക്രെഡിറ്റ് സെയിൽസിന്റെ പണമാണ് സെപ്റ്റംബറിൽ കിട്ടുന്നത്. മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. സെപ്റ്റംബറിൽ നമുക്ക് കിട്ടുന്ന ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന പണം ഏതാണ്? സെപ്റ്റംബറിന്റെ തൊട്ടു മുൻപ് ജൂലൈ, ഓഗസ്റ്റ് അല്ല, ജൂലൈയിലെ ക്രെഡിറ്റ് സെയിൽസിന്റെ പണമാണ് സെപ്റ്റംബറിൽ കിട്ടുന്നത്. അതെത്രയാണ്? 1,60,60,000. 1,60,000. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ജൂലൈയിലെ പണം സെപ്റ്റംബറിലാണ് കിട്ടുന്നതെങ്കിൽ ജൂലൈയുടെ തൊട്ടടുത്ത മാസമായ ഓഗസ്റ്റിലെ പണം ഒക്ടോബറിലാണ് കിട്ടുക. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ജൂലൈയിൽ 1,60,000 എഴുതിയ തൊട്ടടുത്തത് അടുത്ത മാസം അങ്ങനെ പോവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റിലെ പണം എത്രയാ? ഓഗസ്റ്റിൽ 1,80,500. അത് കിട്ടുന്നത് എന്നാണ്? ഒക്ടോബറിൽ 1,80,500. ദെൻ അടുത്തത് ഏതാണ്? സെപ്റ്റംബറിൽ 2,10,000. അതാണ് നവംബറിൽ കിട്ടുന്നത്. പിന്നെ ഡിസംബറിൽ കിട്ടിയതാണ് ഒക്ടോബറിലെ 2,40,000. ഇത് ഇവിടെ എഴുതി വെക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വളരെ കൃത്യമായിട്ട് നോക്കി സെപ്റ്റംബറിൽ നിന്ന് 2 മാസം മുന്നോട്ട് നോക്കി. അപ്പൊ ജൂലൈയിലെ 1,60,000, ജൂലൈ മാസം നടന്ന ക്രെഡിറ്റ് സെയിൽസിന്റെ പണമാണ് സെപ്റ്റംബറിൽ കിട്ടിയത് 1,60,000. അപ്പൊ നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ട് ജൂലൈയിലെത്തത് സെപ്റ്റംബറിലാണ് കിട്ടിയെങ്കിൽ തൊട്ടടുത്ത മാസത്തെ ആഗസ്റ്റ് എടുത്തത് എപ്പോ കിട്ടും? ഒക്ടോബറിൽ കിട്ടും. അപ്പൊ ക്വസ്റ്റ്യനുള്ള ഓരോന്ന് താഴെ നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതി വെച്ചു. ഓക്കെ. ഇനി മിസലേനിയസ് റെസിപ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇവിടെ മിസലേനിയസ് റെസിപ്റ്റ് അത് റെസിപ്റ്റ് ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഈ സെക്ഷനെ നമുക്ക് ഇവിടെ
വരച്ചിട്ട് നിർത്താം. ഇവിടെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഏതാണ് രണ്ടാമത്തെ സെക്ഷൻ? പേയ്മെന്റ്. ഇവിടെ പേയ്മെന്റ് എന്ന് എഴുതാം. പേയ്മെന്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേയ്മെന്റിൽ ആദ്യം വരേണ്ടത് ക്യാഷ് പർച്ചേസ് ഉണ്ടെങ്കിലാണ്. ഇവിടെ ക്യാഷ് പർച്ചേസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനില് ക്യാഷ് പർച്ചേസ് പറഞ്ഞിട്ടില്ല. പിന്നെ വരുന്നത് ക്രെഡിറ്റ് പർച്ചേസിന്റെ ഭാഗമായി നമുക്കുണ്ടായ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പണം കൊടുക്കേണ്ടത്. അതാണ് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പൊ നമ്മളുടെ ക്രെഡിറ്റേഴ്സ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് 1 month ആണ്. അതിനർത്ഥം ഈ മാസം നമ്മൾ കടം വാങ്ങിയാൽ അടുത്ത മാസം കൊടുക്കണം. ഒരു മാസം, ഈ ഒരു മാസം നമുക്ക് അനുവദിച്ചു കൊടുക്കും, അടുത്ത മാസം പണം. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ മാസം നമ്മൾ കൊടുക്കേണ്ട പേയ്മെന്റ്. അപ്പൊ ഏതാണ്? പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. ക്യാഷ് പർച്ചേസ് ഉണ്ടെങ്കിൽ അത് എഴുതണം, അതിവിടെ ഇല്ല. നെക്സ്റ്റ് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് കാണുമ്പോൾ നോക്കുക, ക്രെഡിറ്റ് പർച്ചേസിനാണ് വരിക. ഒരു മാസം ആണ് ക്രെഡിറ്റ് പീരീഡ്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബറിൽ നമ്മൾ കൊടുക്കേണ്ട പണം, സെപ്റ്റംബറിൽ ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത് തൊട്ട് ഒരു മാസം പറയുമ്പോൾ തൊട്ട് മുന്നിലത്തെ ഒരു മാസത്തിൽ കൊടുക്കും. നേരത്തെ 2 മാസം നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നിന്ന് 2 മാസം കൊടുക്കും. മുന്നിലെ 2 മാസം, രണ്ടാമത്തെ മാസം. ഇത് സെപ്റ്റംബറിൽ കൊടുത്തു. അപ്പൊ ഒക്ടോബറിൽ ഓഗസ്റ്റ് കൊടുത്തു, നവംബറിൽ സെപ്റ്റംബറിൽ കൊടുത്തു, ഡിസംബറിൽ ഒക്ടോബർ. അങ്ങനെയല്ല. അതേപോലെ കൊടുക്കാനും കിട്ടി. അതേപോലെ കൊടുക്കുന്നത് സെപ്റ്റംബറിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു മാസം മുന്നേ. സെപ്റ്റംബറിൽ നിന്ന് ഒറ്റ മാസം മുന്നേ. സെപ്റ്റംബറിൽ നമ്മൾ കൊടുക്കുന്നത് 92. അങ്ങനെയാണെങ്കിൽ ഒക്ടോബറിൽ കൊടുക്കുകയാണ്. ഇത് ഒക്ടോബറിൽ തൊട്ട് മുന്നേ 1 lakh. അങ്ങനെയാണെങ്കിൽ നവംബറിൽ കൊടുക്കുകയാണ് 1,20,000. അങ്ങനെയാണെങ്കിൽ ഡിസംബറിൽ കൊടുക്കുകയാണ് 90,000. ഈ ഒരു രീതിയിൽ എല്ലാം എഴുതി വെക്കും. നമ്മളിപ്പോ ചെയ്യുമ്പോൾ തന്നെ എല്ലാ മാസവും എഴുതി വെക്കും. അടുത്ത പേയ്മെന്റ് വരുന്നത് എക്സ്പെൻസുകളാണ്. ഇവിടെ ഏതൊക്കെ എക്സ്പെൻസുകളാണ് പറഞ്ഞത് നോക്ക്. വേജസ് ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്, ഓവർ ഹെഡ്. റെഡി. ഈ എക്സ്പെൻസിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? 1 month ലേഖ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബറിൽ കൊടുക്കുന്ന വേജസ് തൊട്ട് മുന്നത്തെ ഒരു മാസം മുന്നത്തെ 1 month, ഒരു മാസം ലേഖ. അപ്പൊ ഒരു മാസം 37. അപ്പൊ ഓഗസ്റ്റിലെ വേജസ് സെപ്റ്റംബറിൽ കൊടുക്കുന്നു. അപ്പൊ 30. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? സെപ്റ്റംബറിൽ 37, തൊട്ടടുത്ത് 42, 43, 35 ഇങ്ങനെ പോകും. ഓക്കെ, 37,000. വളരെ സിമ്പിൾ ആണ്. വേജസ് 37,000 സെപ്റ്റംബറിൽ കൊടുക്കുന്നതാണ്. സെപ്റ്റംബറിൽ കൊടുക്കുന്ന വേജസ് സെപ്റ്റംബറിൽ 42 അല്ല, ഒരു മാസം മുന്നത്തെ, അതായത് ഓഗസ്റ്റിലെ 37. അങ്ങനെയാണ് തൊട്ടടുത്ത് വരുന്ന 42,000. 42. അപ്പൊ തൊട്ടടുത്ത് വരുന്ന ഏതാണ്? ഈ മാസം വരുന്നതാണ് ഇത് 40 കൊടുക്കുന്നത്. അപ്പോ ഈ മാസം മുതൽ ഈ മാസം വരുന്നതാണ് 30. അപ്പൊ അങ്ങനെ വേജസ് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഏതാ? സെല്ലിംഗ് എക്സ്പെൻസ്. അതും അങ്ങനെ തന്നെ. സെല്ലിംഗ് എക്സ്പെൻസ് എങ്ങനെയാണ് സെല്ലിംഗ് എക്സ്പെൻസ്? സെപ്റ്റംബർ 4 തൊട്ട് മുന്നത്തെ 9,500. അടുത്ത 10,500. അടുത്ത 12,500. 12,500. അടുത്ത 8,500. അങ്ങനെയാണ് പിന്നെ അടുത്ത വരുന്നത് ഓവർ ഹെഡുകൾ. എങ്ങനെയൊക്കെയാ വന്നത്? ക്വസ്റ്റ്യൻ നോക്കാം. ഓവർ ഹെഡുകൾ സെപ്റ്റംബറിൽ വരുന്നത് 11, ഒക്ടോബറിലെ ഓഗസ്റ്റിലെ 11,500. ഓഗസ്റ്റിലെ 11,500 ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ കൊടുത്തു. സെപ്റ്റംബറിലെ 13,000.
പിന്നെ വരുന്നത് 14,500. നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ വരുന്നത് 10,500 അല്ലെ? 10,500. നെക്സ്റ്റ് വന്നിട്ട് അപ്പോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എക്സ്പെൻസുകൾ ഇനി അഡീഷണൽ ഇൻഫർമേഷൻ പ്രകാരമുള്ള ഒരു ഐറ്റം ഉണ്ട്. അതെന്താണ്? എന്തോ ഒരു ഐറ്റം വാങ്ങുന്നത് എന്തായാലും മെഷീനാണ്. 50,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങുന്നുണ്ട്. വാങ്ങുന്ന മാസം ഏതായിരുന്നു പറഞ്ഞത്? ഒക്ടോബറിൽ മെഷീനറി. സെപ്റ്റംബർ, ഒക്ടോബർ 50,000. ഒക്ടോബറിൽ മെഷീനറിക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ 50,000. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്തായി? എക്സ്പെൻസസ് തന്നത് പ്രകാരമുള്ള തുക. ഓക്കെ, ഇത് ശരി. ഇനി ഇത് നമുക്ക് ടോട്ടൽ ചെയ്ത് ഫിനിഷ് ചെയ്യും. എങ്ങനെയാണ്? സെപ്റ്റംബർ മാസത്തിലെ എമൗണ്ട് ടോട്ടൽ ചെയ്യും. റെസിപ്റ്റിൽ 1,85,500. ഓക്കെ, ഇത് മൂന്നും ചേർത്ത് ഇത്രയും തുക നമ്മളുടെ കയ്യിൽ വന്നു. പോയത് എത്രയാണ്? ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,50,000. അപ്പൊ നമ്മുടെ കയ്യിൽ എത്തിയ തുക റെസിപ്റ്റ് 1,85,500. അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയ തുക 1,50,000. ബാലൻസ്, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്, ടോട്ടൽ ഓഫ് എ മൈനസ് ടോട്ടൽ ഓഫ് ബി. 1,85,500 നിന്ന് 1,50,000 മൈനസ് ചെയ്തപ്പോൾ 35,500. ഇതാണ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. സെപ്റ്റംബറിലെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കണ്ടതിന് ശേഷം അതെടുത്ത് ഒക്ടോബർ ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോന്നും ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്തതിലേക്ക് കടക്കാവൂ. അപ്പൊ ഈ ബാലൻസ് കിട്ടണം ഇത് ചെയ്യണമെങ്കിൽ ഈ 35,500 ഇങ്ങോട്ടേക്ക് എടുക്കുക. 35,000 ടോട്ടൽ ചെയ്യുന്നു. 0, 0, 1, 3, 2,35,500. ഓക്കെ, ഇനി ഇതിന്റെ ടോട്ടൽ ചെയ്യുന്നു. 0, 0, 5, 2,15,500. അപ്പോ ഈ തുകയിൽ നിന്ന് ഇത് കുറയ്ക്കണം. എത്ര വരുന്നു? ബാലൻസ് 2,35,500 2,15,500 ചെയ്താൽ ബാലൻസ് 20,000. അപ്പോ ഒക്ടോബർ മാസത്തെ ആകെ വന്ന തുകയിൽ നിന്ന് ആകെ പോയ തുക മൈനസ് ചെയ്തപ്പോൾ ക്യാഷ് ബാലൻസ് 20,000 വന്നു. ഇതാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. നവംബറിൽ നമ്മളുടെ കയ്യിലുള്ള തുക ഓപ്പണിംഗിലുള്ളത്. ഇത് ടോട്ടൽ ചെയ്യാം. 2,10, 2,25, 2,40,500. ഇത് ടോട്ടൽ ചെയ്യുക. ഒരു 1,96,000. അപ്പൊ ബാക്കി എത്ര? 2,45 നിന്ന് 1,96,000 മൈനസ് ചെയ്തു. 2,45 പോയ 1,96, ബാക്കി വരുന്നത് 49,000. ഇതാണ് നവംബറിലെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. ഇത് ഡിസംബറിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതും. ടോട്ടൽ ചെയ്യും. ഇവിടുത്തെ ടോട്ടൽ 2,42,000. ഓക്കെ, ഇവിടുത്തെ ടോട്ടൽ 1,44,004. ഈ തുകയിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. എത്ര വരും? മൈനസ് ചെയ്ത് നോക്കൂ, എത്ര വരും?
1,64,600. 1,64,600. ഇതാണ് ഈ 3-4 മാസത്തേക്കുള്ള ക്യാഷ് ബഡ്ജറ്റ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു ക്യാഷ് ബഡ്ജറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഈ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ കൃത്യമായിട്ട് ആവർത്തിച്ച് നോക്കി ചെയ്തു പഠിക്കുക. ഇതേ ഫോർമാറ്റിലാണ് നമ്മൾക്ക് ക്യാഷ് ബഡ്ജറ്റ് വരുന്നത്. അപ്പോ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളിലെ ക്യാഷ് ബഡ്ജറ്റ് എന്ന ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി അടുത്ത സമയത്ത് വരുന്ന ക്ലാസുകൾ ഉടനടി തന്നെ നിങ്ങൾ